നമസ്കാരം. പത്തനംതിട്ട ജില്ലയിൽ തുലാപ്പള്ളി ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. കുടിലിൽ ഭവനത്തിൽ ബിജു എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. വീട്ടുപരിസരത്ത് വെച്ച് സമാനമായ സംഭവങ്ങൾ ഈ നാളുകളിൽ അരങ്ങേറുന്നുണ്ട്. വളരെ വേദനാജനകമാണിത്. ഈ കഴിഞ്ഞ നാളിലാണ് മാനന്തവാടി ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടത്. ഈ കഴിഞ്ഞ നാളിൽ ഏതാനും മാസങ്ങൾക്കപ്പുറത്ത് ഇതിനടുത്തുള്ള കണമല പ്രദേശത്ത് വെച്ച് കാട്ടുപോത്ത് വീട്ടുപരിസരത്ത് വെച്ച് 2 ആളുകളെ കുത്തിക്കൊന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിസ്സഹായരായ മനുഷ്യർ കൊല്ലപ്പെടുന്ന ഈ വേദനാജനകമായ സാഹചര്യത്തിൽ അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സർക്കാരുകളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും പുലർത്തുന്ന കടുത്ത നിസ്സംഗത വലിയ അനീതിയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും വ്യക്തമായ ഇടപെടലുകൾ നടത്താനും സർക്കാരുകൾക്ക് വലിയ ബാധ്യതയുണ്ട്. ഇവർക്കാവശ്യമായ നഷ്ടപരിഹാരം നൽകുക എന്ന് മാത്രമല്ല, ആ കുടുംബത്തെ തന്നെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. കാടിറങ്ങി വരുന്ന ഇത്തരം ജീവികളെ പൂർണ്ണമായി തടയാൻ, ഇവരെ കാട്ടിനുള്ളിൽ തന്നെ ഒതുക്കി നിർത്താൻ, എണ്ണം കുറയ്ക്കാൻ ഒക്കെ നിശ്ചയമായിട്ടും നിയമ നടപടികൾ ഉണ്ടാവണം. സത്വരമായ നടപടികൾ ഇക്കാര്യത്തിൽ സർക്കാരുകൾ സ്വീകരിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ ഒരു ജനവികാരമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഗൗരവമായിട്ട് ഈ വിഷയത്തെ പരിഗണിക്കുവാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും സർക്കാരുകളും സത്വരമായി ഇടപെടണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. വേദനിക്കുന്ന ഈ കുടുംബത്തോടുള്ള ഐക്യദാർഢ്യവും പ്രാർത്ഥനയും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പേരിൽ ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു.